ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കേരളത്തിലെ BJPക്കെതിരെ വലിയ നിലവാരത്തിലുള്ള അഴിമതി ആക്ഷേപമാണ് വരുന്നത് എന്ന് നമുക്കറിയാം. ആദ്യം നാം കണ്ട അഴിമതി കഥ അതാകട്ടെ അവർ അംഗീകരിച്ച കഥ തന്നെയാണ്. കാരണം അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. ഇപ്പോൾ അവർ കുട്ടിക്കരണം മറിയുന്നുണ്ട് എങ്കിലും BJPക്ക് തന്നെ അറിയാം അത് നടന്നതാണ്. ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ച് ഞങ്ങളുടെ പ്രസിഡന്റ് അന്വേഷിച്ചതാണ്. ആ അന്വേഷണത്തിൽ അഴിമതി നടന്നത് കണ്ടെത്തിയതുമാണ്. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. അതേ സംബന്ധിച്ച് തുടർ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നാം തിരിച്ചറിഞ്ഞ BJPയുടെ ആഭിമുഖ്യത്തിലുള്ള അഴിമതി അത് മഞ്ഞുമലയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം മാത്രമാണ് കണ്ടത്. വെള്ളത്തിൽ കിടക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ. അത് കണ്ടാൽ എത്രയോ വലുതായിരിക്കും. അഴിമതിയിലൂടെ അവർ പടുത്തുയർത്തിയ സാമ്രാജ്യം, അല്ലെങ്കിൽ അഴിമതിയോട് അവർക്കുള്ള കനത്ത പ്രതിബദ്ധത. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു സംഭവം നടന്നു. ആ സംഭവം അലങ്കോലമാക്കി BJPയെ. ആ സാഹചര്യത്തിൽ പ്രാദേശിക നിലവാരത്തിൽ BJPയുടെ പ്രാദേശിക നേതാക്കൾ അനവരതം നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ആൾക്കൂട്ട ഹിംസയുടെ ഒരു സവിശേഷത അതാണ്. ഒരാൾ അടിച്ചാൽ എല്ലാവരും അടിക്കും. ഇപ്പോഴൊരു സംഭവം മുന്നോട്ട് വന്നു. അതിൻ്റെ ഭാഗമായി ഓരോരുത്തർക്കും പറ്റിയ അമളിയെ സംബന്ധിച്ച കഥകൾ ഒന്നൊന്നായി പുറത്തു വരുന്നു. അങ്ങനെ പുറത്തു വരുമ്പോൾ കണ്ടതൊന്നുമല്ല BJP, കാണാനിരിക്കുന്നതാണ് യഥാർത്ഥത്തിലെ അഴിമതിയുടെ അമ്പരപ്പിക്കുന്ന കഥ എന്ന് മൂക്കത്ത് വിരൽ വച്ച് മാലോകർ അത്ഭുതം കൂറാനിടയുണ്ട്. മലയാള മനോരമ ആ വാർത്ത ഇന്നും ലീഡ് വാർത്തയാക്കി തന്നിരിക്കുന്നു. ഇത്തവണ BJPക്ക് പ്രാദേശിക നേതാക്കളുടെ ഭാഗത്ത് നിന്നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, മറിച്ച് BJPയുടെ ആ മര്യാദ കണ്ട് കേന്ദ്ര നേതൃത്വത്തിന് പോലും സഹിക്കുന്നില്ല. അഴിമതി സഹിക്കാനും ഒരു പരിധിയുണ്ടല്ലോ. കേന്ദ്ര നേതൃത്വത്തെ വരെ BJP അഴിമതിക്കാര്യത്തിൽ കബളിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത. കാണുക. BJP കേന്ദ്ര നേതൃത്വം അന്വേഷണം തുടങ്ങി. അന്വേഷിക്കുന്നത് സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് പ്രമുഖങ്ങളായ നിയമസഭാ മണ്ഡലങ്ങളിൽ 1 കോടി രൂപയാണ്. 15 പ്രമുഖ നിയമസഭാ മണ്ഡലങ്ങളിൽ 1 കോടി രൂപ വെച്ച് കേന്ദ്ര ഫണ്ട് വരും. അതുതന്നെ 15 കോടിയായി. അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ 30 മുതൽ 45 ലക്ഷം വരെ ഈ കേന്ദ്ര ഫണ്ട് വരും. എല്ലാ പാർട്ടിക്കും വരുമെന്ന് എന്നാണ് കേൾക്കുന്നത്. BJP ജയിക്കുന്നില്ല എങ്കിലും കേന്ദ്ര ഫണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. എല്ലാ മണ്ഡലത്തിലും സത്യത്തിൽ ഒരു വ്രതം നോക്കുന്ന മാതിരി അവർ മത്സരിക്കുകയും ചെയ്യും. അങ്ങനെ മത്സരിക്കുമ്പോൾ മത്സരിക്കാൻ വേണ്ടി 140 മണ്ഡലങ്ങളിലും മത്സരിക്കാൻ വേണ്ടി നൽകുന്ന ഫണ്ടുണ്ടല്ലോ, ആ ഫണ്ടൊന്നും ഇത് ചെലവഴിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ കയ്യിലെത്തുന്നില്ല. എത്തുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല, എത്തിയതിൻ്റെ കണക്ക് കേന്ദ്ര നേതൃത്വത്തിന് ലഭിക്കുന്നില്ല. അന്വേഷിച്ചാലും അവർ നൽകുന്നില്ല. 3 4 ഏറിയാൽ 5 പേരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവരങ്ങ് ശാപ്പിടുകയാണോ ഫണ്ട്? ഏതായാലും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഇന്നലെ വരെ വന്ന കഥകളുടെ പശ്ചാത്തലത്തിൽ വലിയ സംശയമുണ്ട്. വലിയ ശാപ്പാട്ടുരാമന്മാരാണ് ഈ സംസ്ഥാന നേതൃത്വം എന്ന് തോന്നിയത് കൊണ്ടാകാം അവർ ഗൗരവതരമായി അതിൻ്റെ അന്വേഷണത്തിലേക്ക് തിരിയുന്നു. എവിടെ കണക്ക് എന്നാണ് അവർ ചോദിക്കുന്നത്. കണക്കുമില്ല, കയ്യുമില്ല. തെരഞ്ഞെടുപ്പിന് കേന്ദ്ര നേതൃത്വം നൽകിയ തുക മുഴുവൻ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചില്ല എന്ന ആരോപണം VV ബിനു ആ വാർത്ത തരുന്നു. നാട്ടുകാരെ മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തെ വരെ പണം കിട്ടിയാൽ പറ്റിക്കും BJPയുടെ സംസ്ഥാന നേതൃത്വം എന്ന് തോന്നുന്ന വാർത്തയാണ് വരുന്നത്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് BJP കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ട് മുക്കി എന്ന ആരോപണത്തെക്കുറിച്ച് പാർട്ടി തലത്തിൽ അന്വേഷണം തുടങ്ങി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും
തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗത്തിലോ ജനറൽ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുന്ന ഔപചാരിക കണക്കല്ലാതെ യഥാർത്ഥ കണക്കുകൾ അവതരിപ്പിച്ചില്ല. കോർ ഗ്രൂപ്പ് യോഗത്തിലോ ജനറൽ സെക്രട്ടറിമാർക്ക് മുന്നിലോ അത് അവതരിപ്പിച്ചിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിനൊന്നും അറിയില്ല അവർ കൊടുത്ത പണത്തിൻ്റെ കണക്കുകളെപ്പറ്റി. ഓരോ ഭാഗത്തും മറ്റ് കുഴപ്പങ്ങളും വരികയാണ്. BJPക്കെതിരെ ധാരാളം അഴിമതി ആക്ഷേപങ്ങൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ മഞ്ചേരിയിൽ കോഴ വിവാദം. ബാങ്ക് ജോലിക്ക് 10 ലക്ഷം 10 ലക്ഷം രൂപ തന്നാൽ ബാങ്കിൽ ജോലി വാങ്ങി കൊടുക്കാം എന്ന് BJPയുടെ ജില്ലാ നേതാവ് മഞ്ചേരിയിൽ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനുമൊക്കെ മന്ത്രിക്കുന്നു. ഏതായാലും അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ബാങ്കിലെ ജോലിയല്ലേ. 10 ലക്ഷം രൂപ ജില്ലാ നേതാവിന് നൽകുകയും ചെയ്തു. ജോലി കിട്ടിയില്ല. അങ്ങനെ 10 ലക്ഷം രൂപ സ്വാഹ. തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ടപ്പോൾ തിരിച്ചു നൽകാനുള്ള ഭാവവുമില്ല. അങ്ങനെയാണ് നേതാവ് ആൾക്കാരെ പറ്റിച്ചത്. അന്വേഷണമായി, അന്വേഷണ റിപ്പോർട്ടായി. അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സമിതിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഈ സംസ്ഥാന സമിതിയാണ് കേന്ദ്ര സമിതിയിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് കണക്ക് കൊടുക്കാതിരിക്കുന്നത്. ഈ സംസ്ഥാന സമിതിയാണ് മറ്റ് കേസുകൾ, വിനോദിൻ്റെ കേസ് ഇപ്പോൾ പരിശോധിച്ച് അദ്ദേഹത്തെ മാത്രം പുറത്താക്കി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. മൊത്തം കള്ളക്കച്ചവടത്തിൻ്റെ ആളുകളാണോ ഈ കമ്മിറ്റികളിൽ ഇരിക്കുന്നത്? ആ നിലയ്ക്കാണ് കാര്യങ്ങൾ തോന്നുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഇതേപോലൊരു വാർത്ത. സൈന്യത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാം. ജോലി വാങ്ങിക്കൊടുക്കുന്ന ഏജൻറ്റന്മാരാണോ ഇവർ? സൈന്യത്തിൽ ജോലി വാങ്ങിക്കൊടുക്കുന്നതിന് ഇത്ര ലക്ഷം രൂപ തന്നാൽ മതി. മറ്റു പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള സൗകര്യം 10 പുത്തനുണ്ടാക്കാൻ ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് BJPയുടെ ചെറിയ നേതാക്കൾ. ലക്ഷം മുന്നാലെ എന്ന ശീർഷകത്തിൽ ഒരു പെട്ടി വാർത്തയിൽ മറ്റൊരു വാർത്ത കൂടി മനോരമ തരുന്നു. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജൻ ഔഷധി മരുന്ന് കട തുടങ്ങാൻ അപേക്ഷാ ഫീസ് പോലും വേണ്ട. 3 വർഷം പരിചയമുള്ള ആർക്കും അപേക്ഷിക്കാം. പക്ഷേ അതിനായി കൊച്ചി കേന്ദ്രമാക്കി സൊസൈറ്റി ഉണ്ടാക്കിയ BJP നേതാവ് വാങ്ങിയെടുത്തത് ലക്ഷങ്ങൾ. അപേക്ഷകരെ വലവീശാൻ രംഗത്തുള്ളത് നോഡൽ ഓഫീസർമാർ വരെ. ഇതാണ് അവസ്ഥ. അതായത് അറിഞ്ഞത് വളരെ കുറവ്, അറിയാനിരിക്കുന്നത് വളരെ കൂടുതൽ. കേന്ദ്ര ഫണ്ട് എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പിനുള്ള കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ട് കൈകാര്യം ചെയ്തത് ദേശീയ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി BL സന്തോഷ്, കഴിഞ്ഞ ദിവസം വന്ന മഹാൻ. പാർട്ടി അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, സാത്വികൻ. സംഘടനാ ജനറൽ സെക്രട്ടറിമാരായിരുന്ന ഉമാകാന്തൻ, K സുഭാഷ് എന്നിവരാണ് 4 പേർ ചേർന്നൊരു 4 സംഘമാണ് കൈകാര്യം ചെയ്തത്. ഏതായാലും അത് അറിയിക്കുന്ന കൈകളിലേക്ക് പോയില്ല. അതുകൊണ്ടാണല്ലോ കണക്ക് കൊടുക്കാത്തത്. പിന്നെ എങ്ങോട്ടേക്കാണ് പോയത് എന്നത് കേന്ദ്ര നേതൃത്വത്തിന് പോലും അന്വേഷിക്കേണ്ടി വരുന്ന അവസ്ഥാന്തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്, പരിഹാസ്യമാണ് എന്നാണ് ഈ വാർത്തകൾ കാണിക്കുന്നത്. അതുകൊണ്ടും തീർന്നില്ല കോഴയുടെ അതിസാധ്യതകൾ. ദേശാഭിമാനിയുടെ ആദ്യപുറം തരുന്ന ആദ്യ വാർത്ത, മെഡിക്കൽ കോളേജുകളിലെ പ്രവേശന അനുമതി നിഷേധിച്ചു. അതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റി അങ്ങനെ നിഷേധിച്ചപ്പോൾ 1000-ഓളം സീറ്റുകളാണ് കേരളത്തിന് നഷ്ടമായത്. കോഴ വാങ്ങിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. കോഴക്കറ കഴുകാനുള്ള തന്ത്രമാണ് ഈ 7 മെഡിക്കൽ കോളേജിന് പ്രവേശനാനുമതി നിഷേധിച്ചത് എന്ന് ദേശാഭിമാനി കാണുന്നു. വർക്കല SR കോളേജിനും ചെർപ്പുളശ്ശേരി കേരള മെഡിക്കൽ കോളേജിനും വിലക്ക്. അങ്ങനെ ഈ വിലക്കപ്പെട്ട 2 കോളേജുകൾ നോക്കുക. വർക്കലയിലെ മെഡിക്കൽ കോളേജ്, ചെർപ്പുളശ്ശേരി കേരള മെഡിക്കൽ കോളേജ്, രണ്ടും അഴിമതി ആക്ഷേപത്തിൻ്റെ പട്ടികയിലേക്ക് ഈ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അവരോധിച്ച കമ്മിറ്റി തന്നെ കൊണ്ടുവന്നതാണ്. അവിടെയാണ് രമേശിൻ്റെ പേര് പ്രതിഫലിച്ചത് എന്ന് നാം ഓർക്കണം. വാർത്ത ഇങ്ങനെ MV പ്രദീപ് തരുന്നു. സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് അവിഹിത സഹായം വാഗ്ദാനം ചെയ്ത്
BJP നടത്തിയ കോടികളുടെ കോഴ ഇടപാടിൽ മറയിട്ട് കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉന്നത BJP നേതാക്കൾ ഉൾപ്പെടുന്ന മെഡിക്കൽ കോഴ വിവാദത്തിൽ ആരോപണം നേരിടുന്ന വർക്കല SR മെഡിക്കൽ കോളേജ്, ചേർപ്പുളശ്ശേരി കേരള മെഡിക്കൽ കോളേജ് എന്നിവയുൾപ്പെടെ കേരളത്തിലെ 7 മെഡിക്കൽ കോളേജുകൾക്ക് ഈ വർഷം MBBS പ്രവേശനാനുമതി നിഷേധിച്ച് MCI ഉത്തരവിട്ടു. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉത്തരവിട്ട കാര്യമാണ് വാർത്തയായി ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ സംസ്ഥാന BJP നേതൃത്വം, പ്രാദേശിക നേതൃത്വം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാ അഴിമതിയുണ്ടല്ലോ, ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രത്യേക എഡിഷൻ തന്നെ വേണ്ടി വരുമോ പത്രങ്ങൾക്ക് എന്ന് തോന്നുമാറ് അത്ഭുതകരമായ രീതിയിലാണ് ഇതേ സംബന്ധിച്ച വാർത്തകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ദേശാഭിമാനിയുടെ അവസാന പുറം അതും BJPയുമായി ബന്ധിപ്പിച്ച അഴിമതി കഥ തന്നെയാണ്. BJP മെഡിക്കൽ കുംഭകോണം, സമ്മർദ്ദവും ഭീഷണിയും, വർക്കല കോളേജ് ഉടമ മലക്കം മറിഞ്ഞു. BJP ഇടപെട്ടു തുടങ്ങിയ കേസിൽ സതീഷ് നായർക്ക് 5.6 കോടി രൂപ കോഴ നൽകിയതായി സമ്മതിച്ചു. BJP നേതാക്കൾ മൊഴി നൽകാൻ വിജിലൻസിൽ ഹാജരായില്ല. പണം കൊടുത്തു എന്ന് പറയുന്നയാൾ കൊടുത്തതുമായി ബന്ധിപ്പിച്ച് BJP ഘടകത്തെ മാറ്റി നിർത്തി ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ നിന്ന് മലക്കം മറഞ്ഞു കളഞ്ഞു. BJP RSS നേതാക്കളുടെ ഭീഷണിക്കും സമ്മർദ്ദങ്ങൾക്കും കീഴടങ്ങി മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തിൽ നിന്ന് കോളേജ് ഉടമ മലക്കം മറിഞ്ഞു. തൻ്റെ കോളേജിന് മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നൽകുന്നതിനായി സംസ്ഥാനത്തെ BJP നേതാക്കൾ വഴി കോടികൾ കോഴ നൽകിയെന്ന് SR മെഡിക്കൽ കോളേജ് ഉടമ R ഷാജി നേരത്തെ സമ്മതിച്ചിരുന്നു. എന്നാൽ തിങ്കളാഴ്ച വിജിലൻസിന് മൊഴി നൽകിയപ്പോൾ ഷാജി ഇക്കാര്യം നിഷേധിച്ചു. BJP കേന്ദ്ര നേതൃത്വത്തെ പിടിച്ചുലച്ച കോഴ വിവാദത്തിൽ നിന്ന് നേതാക്കളെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് BJPയുടെ അന്വേഷണ സംഘത്തിന് നേരത്തെ നൽകിയ മൊഴി ഷാജി മാറ്റി പറഞ്ഞത്. BJPയുടെ ഒരു ദേശീയ നേതാവ് ഇതിനായി ചരട് വലിച്ചു. അതേസമയം കോളേജിന് അംഗീകാരം ലഭിക്കാൻ ഉന്നത BJP നേതാക്കളുടെ അടുപ്പക്കാരനായ സതീഷ് നായർക്ക് 5.6 കോടി രൂപ കോഴ നൽകിയെന്ന് ഷാജി വിജിലൻസിനോട് സമ്മതിച്ചു. മൊഴിയെടുപ്പിന് ഹാജരാകാൻ BJP അന്വേഷണ സമിതി അംഗങ്ങളായ KP ശ്രീശൻ, AK നസീർ എന്നിവർക്ക് വിജിലൻസ് നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും ഹാജരായില്ല. BJPയെ രക്ഷിക്കാനാണ് ആ ഭാഗം പറയാതെ പണം കൊടുത്തു, അത് സതീഷിനാണ്. BJP നേതാവായ വിനോദിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഏതായാലും അങ്ങനെ അതേ സംബന്ധിച്ച് ശ്രീശനും അതുപോലെ AK നസീറിനും നോട്ടീസ് അയച്ചു വിജിലൻസ്. ഇരുവരും അങ്ങനെ നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ആവശ്യപ്പെട്ടത് മാതിരി ഹാജരാകാതെ ഇരിക്കുകയാണ്. അന്വേഷണത്തിൽ നിന്ന് നൈസായിട്ട് സ്ലിപ്പ് ചെയ്യാനുള്ള പരിപാടികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP നേതാക്കൾക്ക് കക്കാൻ മാത്രമല്ല കട്ടുകഴിഞ്ഞാൽ നിൽക്കാനും അറിയാം എന്നൊക്കെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് മാതിരി ദിലീപിൻ്റെ ജാമ്യാപേക്ഷ ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ഹൈക്കോടതിയാണ് ജാമ്യം കൊടുക്കേണ്ടത്. ഹൈക്കോടതിക്കേ ജാമ്യം കൊടുക്കാൻ കഴിയുകയുള്ളൂ. ആ സാഹചര്യത്തിൽ ഹൈക്കോടതി അതേ സംബന്ധിച്ച് എന്ത് നിലപാടാണ് എടുത്തത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദിലീപിന് ജാമ്യമില്ല. ആ വാർത്ത വലിയ വാർത്തയായി പത്രങ്ങൾ തരുന്നു. അത്രയും പ്രാധാന്യം ആ കേസിനും ദിലീപിൻ്റെ ജാമ്യാപേക്ഷയ്ക്കും ഉണ്ടായിരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മാതൃഭൂമി ആ വാർത്ത തരുന്നു, ദിലീപിന് ജാമ്യമില്ല. കേസിൻ്റെ ഗൗരവവും അതിസൂക്ഷ്മമായ ആസൂത്രണവും ക്രൂരമായ നിർവഹണവും കണക്കിലെടുക്കുമ്പോഴും ക്രിമിനലുകളെ ഉപയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച ഒരു സ്ത്രീയോട് പ്രതികാരം ചെയ്യാൻ നടത്തിയ കുറ്റകൃത്യമായതിനാലും ഇത് സമാനതയില്ലാത്ത കേസാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തി. സ്ത്രീയെ ആക്രമിക്കുക എന്നത് മാത്രമല്ല, ആക്രമിക്കുമ്പോൾ ഏറ്റവും ഹീനമായി ഒരു സ്ത്രീ അവളുടെ ഏറ്റവും വലുതായി കരുതുന്ന ഒരു സവിശേഷ സാഹചര്യത്തെയോ വീക്ഷണത്തെയോ വികാരത്തെയോ അങ്ങേയറ്റം വ്രണപ്പെടുത്തുന്ന, മുറിവേൽക്കുന്ന
രീതിയിൽ നടന്ന ഈ സംഭവത്തോട് ഒട്ടും ദയാവായ്പ് കാണിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി തീരുമാനിക്കുമ്പോൾ ഏകദേശം ഇതിനാദ്യഘട്ടത്തിൽ തീരുമാനമാണെങ്കിലും ഏകദേശം തീരുമാനിക്കപ്പെടുന്നു ഈ നടൻ്റെ സെല്ലുലോയിഡിലെ ഭാവി എന്ന് പറയാതെ വയ്യ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കുറ്റകൃത്യത്തിൽ ദിലീപിൻ്റെ പങ്ക് സംശയിക്കാൻ പ്രഥമദൃഷ്ട്യാ വിവരങ്ങൾ ഉണ്ട് എന്ന് കോടതി വിലയിരുത്തുന്നു. ഹർജിക്കാരൻ പ്രമുഖ നടനാണ്. തിയേറ്റർ ഉടമയും സിനിമാ നിർമ്മാതാവും വിതരണക്കാരനുമാണ്. ചലച്ചിത്ര മേഖലയിൽ നിർണായക സ്വാധീനമുണ്ട്. ആ മേഖലയിൽ നിന്നുള്ള സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനുമുള്ള സാധ്യത ദിലീപിനെ സംബന്ധിച്ച് ഏറെയാണ്. കൊടും കുറ്റവാളിയായി ആരോപിക്കപ്പെട്ടിരിക്കുന്നയാൾ, അതിന് ഉപോത്ബലകമായ ആദ്യ തെളിവുകൾ ലഭിച്ചിട്ടുള്ളയാൾ, ഇയാളെ പുറത്തേക്ക് വിടുന്നത് ഈ കേസിന് അപായകരമായ ഒരു കാര്യമായിരിക്കും എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു നിസ്സംശയം. ആ കണ്ടെത്തൽ ഒരുപക്ഷെ ഇനി ജാമ്യാപേക്ഷ കൊടുക്കുന്നതിനുള്ള ഇടവേള ദീർഘിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ 10-ാം തീയതി ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഈ നടന് അടുത്ത 10-ാം തീയതിയും അത് കഴിഞ്ഞും ജയിലിൽ തന്നെ കഴിയേണ്ടി വരും ജാമ്യമില്ലാതെ എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ആ സാധ്യത. അബ്ദുൽ നാസർ മദനിയുടെ മൂത്ത മകന് വിവാഹമാണ്. തലശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യാഗൃഹം. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തലശ്ശേരിക്കാരിയാണ്. അവിടെ വെച്ചാണ് വിവാഹം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഓഗസ്റ്റ് 9-നുമാണ്. മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും ഒപ്പം അമ്മ, രോഗിയായ അമ്മ, ക്യാൻസർ ബാധിത രോഗിയായ അമ്മയെ സന്ദർശിക്കാനും അദ്ദേഹം ഇളവുകൾ, അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂർ വിടാൻ കഴിയില്ല. അതുകൊണ്ട് ആ രണ്ടാമത്തെ ഘടകത്തിന് ഇളവ് അനുവദിക്കണം. മലയാളിയായ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടുമൊക്കെ മലയാളിയായ മദനി അമ്മയെ കാണാനും മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും ഇളവ് അനുവദിക്കണമെന്ന് പറഞ്ഞ് നൽകിയ ആ ഒരു അപേക്ഷ വിചാരണ കോടതി, ഇപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിഷ്ഠൂരമായി തള്ളിയിരിക്കുന്നു. പൂർണ്ണമായും തള്ളി എന്ന് പറഞ്ഞുകൂടാ. 1-ാം തീയതി മുതൽ അദ്ദേഹത്തിന് 7-ാം തീയതി വരെ അമ്മയെ കാണാൻ സൗകര്യമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി അൻവാർശേരിയിൽ പോകാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. 9-ാം തീയതി 7-ാം തീയതി അദ്ദേഹത്തിന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പോകേണ്ടി വരും. 9-ാം തീയതി ആണ് കല്യാണം. 2-3 ദിവസം കൂട്ടി കൊടുത്താൽ കല്യാണത്തിന് കൂടി പങ്കെടുക്കാം. അതാണ് നൽകാതിരിക്കുന്നത്. എന്തടിസ്ഥാനമാണോ കോടതികൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്? സത്യത്തിൽ ഇപ്പോൾ 15-16 വർഷത്തെ ദീർഘമായ ജയിൽ വാസത്തിലേക്ക് പോയിരിക്കുന്നു ഈ മനുഷ്യൻ. ഏതൊരു സാഹചര്യത്തിലും നീതി ലഭിക്കാതെ പോയ ഒരാളാണ് മദനി എന്ന് നമുക്കറിയാം. മലയാളികൾക്ക് അനാവശ്യമായി ജയിൽവാസത്തിലേക്ക് തള്ളിവിടപ്പെട്ടയാളാണ് മദനി. ആ മദനിയുടെ അങ്ങേയറ്റം മിതത്വം നിറഞ്ഞ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കപ്പെടാതിരിക്കുന്ന വണ്ണം അങ്ങേയറ്റം ദയാരഹിതമായാണ് കോടതികൾ അദ്ദേഹത്തോട് പെരുമാറുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. മംഗളത്തിൻ്റെ ഈ 1-ാം പേജിലെ ആദ്യ വാർത്ത വായിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഈ കാര്യത്തിൽ, ഈ ചെറിയ കാര്യത്തിന് വേണ്ടി പോലും അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് വിചാരണ കോടതി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. മംഗളം ആ വാർത്ത തരുന്നത് കാണുക. ഇതിനെ മുൻനിർത്തി നാളെ ബുധനാഴ്ച ഒരാൾ കേരള ഹർത്താൽ ആചരിക്കുന്നു. PDP ആചരിക്കുന്നു എന്നല്ല, അക്കാര്യത്തിൽ അത്തരമൊരു ഹർത്താൽ പ്രഖ്യാപിക്കാൻ തള്ളിവിടപ്പെടുന്നു PDP. അളമുട്ടിയാൽ പാമ്പും കടിക്കും എന്ന നിലയ്ക്ക് ഉള്ള ഒരവസ്ഥാന്തരത്തിലേക്ക് ഈ നേതാവിനെയും ആ പാർട്ടിയെയും എത്തിക്കുകയാണ് കോടതികളുടെ അനാവശ്യ വ്യവഹാരം എന്ന യാഥാർത്ഥ്യം നാം കാണണം. മദനിക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവില്ല. ഓഗസ്റ്റ് 1-ന് കേരളത്തിൽ പോകാൻ അനുമതി. മൂത്ത മകൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ PDP ചെയർമാനും ബാംഗ്ലൂർ സ്ഫോടന കേസിലെ 31-ാം പ്രതിയുമായ അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവില്ല. അതേസമയം ക്യാൻസർ ബാധിതയായ അമ്മ അസ്മാ ബീവിയെ കരുനാഗപ്പള്ളിയിലെ വസതിയിൽ സന്ദർശിക്കാനായി ഓഗസ്റ്റ് 1 മുതൽ 7 വരെ
കേരളത്തിൽ പോകാൻ NIA പ്രത്യേക കോടതി ജഡ്ജി ശിവണ്ണ അദ്ദേഹത്തിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം തലശ്ശേരിയിൽ ചെന്ന് വിവാഹത്തിൽ കൂടി പങ്കെടുത്താൽ കേരളത്തിൽ ആകമാനം ചുറ്റിയടിച്ച് അപകടം സൃഷ്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എത്ര ദയാരഹിതമായ, അതുപോലെ തന്നെ എത്രത്തോളം അപഹാസ്യമായൊരു വാദമുഖമാണത്. അതൊക്കെയാണ് കോടതികളുടെ രീതി. നാളെ PDP ഹർത്താൽ, അതും പ്രധാന വാർത്തയ്ക്കൊപ്പം മംഗളം തന്നിരിക്കുന്നു. ആ ഹർത്താൽ വാസ്തവത്തിൽ അടുത്ത കാലത്ത് നടന്ന ഹർത്താലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റം ന്യായയുക്തമായ ഒരു തടവുകാരൻ്റെ അവകാശമായ ഈ നിലയ്ക്കുള്ള ജാമ്യ വ്യവസ്ഥയിലെ ഇളവുകളുണ്ടല്ലോ, അതിനു വേണ്ടിയുള്ള ഒരു ഹർത്താലായി മാറിത്തീരുന്നു. എങ്കിലും വ്യാപാരി വ്യവസായി സംഘം ഈ ഹർത്താലിനോട് യോജിക്കുന്നില്ല എന്ന് മുന്നേ കൂട്ടി പറയുകയും ചെയ്തിരിക്കുന്നു. സൈനികരോട് വിദ്യാർത്ഥികൾക്ക് സ്നേഹം വേണം എന്ന് ഒരാഗ്രഹം വൈസ് ചാൻസലർക്ക് തോന്നുന്നു. അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ JNU യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർക്കാണ് തോന്നുന്നത്. അത്തരം ചില തോന്നലുകളുണ്ടായാൽ ശിക്ഷിക്കപ്പെടുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അപഹാസ്യമായ ചില തോന്നലുകൾക്ക് സഞ്ചരിച്ച ഒരു ഭ്രാന്തൻ വൈസ് ചാൻസലറുടെ വാർത്ത ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. സിറാജ് എന്ന പത്രമാണ് ആ വാർത്ത നമുക്ക് തരുന്നത്. ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സൈനിക സ്നേഹം പഠിപ്പിക്കാൻ JNUവിൽ സൈനിക ടാങ്ക് വേണം എന്നാണ് VC പറയുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ സൈന്യത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നത് JNUവിൽ കേന്ദ്ര സർക്കാർ പട്ടാള ടാങ്ക് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി സർവകലാശാല വൈസ് ചാൻസലർ കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്യാമ്പസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് വൈസ് ചാൻസലർ M. ജഗദീഷ് കുമാർ വിവാദ പ്രസ്താവന നടത്തിയത്. നാം ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത് സൈനികരുടെ കയ്യിലിരിക്കുന്ന ടാങ്ക് ഉണ്ടല്ലോ, അത് ശരിക്കും ശത്രു സംഹാരത്തിന്, ശത്രു ഹിംസയ്ക്കുള്ള ടാങ്കാണ്. അതിനെയാണ് ഒരു ഉപകരണമായി തിരിച്ചറിയുന്നത് നമ്മുടെ വൈസ് ചാൻസലർ. ഏതോ നിലവാരത്തിൽ വട്ടുണ്ടാകണം ഈ മനുഷ്യന് എന്നല്ലാതെ എന്തു പറയാൻ. കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ എന്ന MP മാരടക്കം 6 MP-മാർക്ക് 5 ദിവസത്തേക്ക് സസ്പെൻഷൻ. ആ വാർത്ത വീക്ഷണം എന്ന പത്രം 1-ാം പേജിൽ തരുന്നത് കാണുക. പ്രതിഷേധിച്ച കൊടിക്കുന്നിലിനും MK രാഘവനും സസ്പെൻഷൻ. ഗോരക്ഷകരുടെ അതിക്രമങ്ങളും കർഷക ആത്മഹത്യകളും ചർച്ച ചെയ്യണമെന്ന ആവശ്യം തള്ളിയതിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് MP-മാരെ ലോക്സഭയിൽ നിന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ 5 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് വാർത്ത. രാംനാഥ് കോവിന്ദ് ഇന്ന് സ്ഥാനമേൽക്കുന്നു. വാർത്ത ദീപിക എന്ന പത്രം 1-ാം പേജിൽ തന്നെ തന്നിരിക്കുന്നു. കോവിന്ദിൻ്റെ ചിത്രമടക്കം. നിയുക്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, അദ്ദേഹത്തിൻ്റെ ചിത്രം, സത്യപ്രതിജ്ഞ ഇന്ന്. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും എന്നാണ് വാർത്ത. വിൻസെൻ്റ് MLA ജയിലിലാണ്. പക്ഷേ പരാതിക്കാരിക്ക് ചീമുട്ടയേറ് ലഭിച്ച വാർത്ത ഇന്ന് പത്രലോകം നമുക്ക് ഗൗരവതരമായ വാർത്തയായി തന്നിരിക്കുന്നു. മാധ്യമം എന്ന പത്രം അത് 1-ാം പേജിൻ്റെ അവസാനത്തെ വാർത്തയായി തരുന്നു. MLA പ്രതിയായ പീഡനക്കേസ്, പരാതിക്കാരിക്ക് നേരെ ചീമുട്ടയേറ്. വിൻസെൻ്റ് MLAക്കെതിരായ പീഡനക്കേസിൽ പരാതിക്കാരിയായ വീട്ടമ്മയ്ക്ക് നേരെ നാട്ടുകാരുടെ ചീമുട്ടയേറ്. MLA നിരപരാധിയാണെന്നും പരാതിക്കാരിയും സഹോദരനും ചേർന്നൊരുക്കിയ കള്ളക്കഥയാണ് അറസ്റ്റിന് പിന്നിലെന്നും ഗൂഢാലോചന നടത്തിയ ഇരുവരും തങ്ങളുടെ പ്രദേശത്ത് താമസിക്കാൻ യോഗ്യരല്ലെന്നും ആയിരുന്നു പ്രതിഷേധക്കാരുടെ വാദം. പ്രതിഷേധ രംഗത്ത് മുന്നിൽ സ്ത്രീകളും നിൽക്കുന്ന ചിത്രവും മാധ്യമം ഇന്ന് 1-ാം പുറത്ത് തന്നെ നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. പശുവിൻ്റെ പേരിൽ ആൾക്കൂട്ട ഹിംസ നടത്തുന്ന ഗോരക്ഷാ സംഘം സ്വയം സംഘപരിവാരത്തിൽപ്പെട്ട സംഘടനയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണത് വിശ്വസിക്കപ്പെടുന്നത്. അതേ മുൻനിർത്തി 2 ലേഖനങ്ങൾ ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ വന്നിരിക്കുന്നു. ആദ്യ ലേഖനത്തിൻ്റെ പേര് പശുവിൻ്റെ രാഷ്ട്രീയം.
പ്രൊഫസർ നിസിം മണ്ണത്തൂക്കാരൻ എന്നയാളാണ് അത് എഴുതിയിരിക്കുന്നത്. കാനഡ ഡൽഹൌസി സർവകലാശാലയിലെ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് വകുപ്പിൽ ചെയർപേഴ്സണാണ് ലേഖകൻ. അദ്ദേഹം എഴുതുന്നത് കാണുക. പശു എന്ന വാക്ക് സിനിമയിൽ പോലും ഉരുവിടാൻ പാടില്ലാത്ത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നോബൽ ജേതാവായ അമർത്യ സെന്നിനെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെൻ്ററിയിൽ നിന്ന് പശു എന്ന പദം നീക്കം ചെയ്തത് ഈയിടെയാണ്. ഈയിടെ തന്നെ ഭാരതത്തിൻ്റെ സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ നരേന്ദ്രമോദിയെ ഗാന്ധിജിയോട് ഉപമിച്ച് മറ്റൊരു ഗാന്ധിയെ പ്രധാനമന്ത്രിയുടെ രൂപത്തിൽ നമുക്ക് ലഭിച്ചത് ഭാഗ്യമാണെന്ന് പറയുകയുണ്ടായി. പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അപഹാസ്യമായ ഈ രണ്ട് ചെയ്തികൾക്കും അഭേദ്യമായ ബന്ധമാണുള്ളത്. ആപത്കരമായ സൂചനയാണ് നൽകുന്നത്. ഇന്ത്യയെ വിറപ്പിച്ചുകൊണ്ട് ഗോവധത്തിൻ്റെ പേരിൽ ആളുകളെ നിർദ്ദയം തല്ലിക്കൊല്ലുന്നതും കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ നടന്ന പശുവുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളിൽ 97% മോദി സർക്കാർ ഭരണത്തിലേറിയ ശേഷമാണ് സംഭവിച്ചത്. അതേപോലെ പശു എന്ന പദം പുതിയ അർത്ഥങ്ങൾ ആർജിക്കുന്നതിൻ്റെ സൂചനയും അപായകരമാണ് എന്ന് അദ്ദേഹം എഴുതുന്നു. നിശബ്ദത ഒരു യാദൃശ്ചികതയല്ല, അതൊരു ഹിന്ദുത്വ ഭൂരിപക്ഷത്തിൻ്റെ ആന്തരികമായ രാഷ്ട്രീയ അജണ്ട മാത്രമാണ് എന്നുകൂടി അദ്ദേഹം ഭാവത്തിൽ എഴുതിയിരിക്കുന്നു. ആദ്യ ലേഖനത്തിൽ ഇതേ വിഷയത്തെ മുൻനിർത്തി രണ്ടാമത്തെ ലേഖനം KVS ഹരിദാസ് എഴുതുന്നു. അനാവശ്യ വിവാദങ്ങൾ ഗുണകരമാവില്ല എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. ഗോസംരക്ഷകരുടെ റോളിൽ അക്രമങ്ങൾക്ക് മുതിരുന്നത് ക്രിമിനലുകളാണ്. അത് തിരിച്ചറിയേണ്ടത് മറ്റാരേക്കാൾ യഥാർത്ഥ ഗോസംരക്ഷകരാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആദ്യ ലേഖനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി തീരുന്നു രണ്ടാമത്തെ ലേഖനം. ഇനി ഇന്നത്തെ ചിത്രം. ഇരിക്കുന്ന കൊമ്പ് വെട്ടുക എന്നത് ഒരു പഴഞ്ചൊല്ലാണ്. എന്നാൽ ഇരിക്കുന്ന മരം തന്നെ മുറിക്കുന്നതോ അത് ശ്രമകരമായ അധ്വാനവുമാണ്. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം നഗരത്തിലെ ഒരു മരം മുറി ദൃശ്യം. യാത്രക്കാർക്ക് ശല്യമായതിനാൽ വെട്ടിമാറ്റുന്ന ഒരു വലിയ മരത്തിൽ അതിനുവേണ്ട അഭ്യാസ മികവ് കാട്ടുന്ന മരം വെട്ടുകാരൻ്റെ ദൃശ്യം കവിയൂർ സന്തോഷ് പകർത്തി ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ട്രിവാൻഡ്രം എക്സ്പ്രസ് പുറം നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.